നമ്മുടെ ഞാൻ വിട്ടാ മാറ്റി വിട്ടു നമ്മുടെ ലങ്സാ ഞാനിവിടെ പോണു. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ അല്ലേ? നമ്മുടെ ലങ്സും ശ്വാസകോശവും ലിവറും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫുഡ് ഫോർ ഇവിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ ആട്ടിൻ്റെ ലങ്സ്, ലിവർ, അതുപോലെ ഹാർട്ട്, അപ്പോൾ ഈ പാർട്സ് ഒക്കെ കൊണ്ട് ഒരു അടിപൊളി ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പെപ്പർ ഫ്രൈ. അപ്പോൾ ഈ ആട്ടിന്റെ പാർട്സ് ഒക്കെ കൂട്ടി ഒരു അടിപൊളി പെപ്പർ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ആട്ടിൻ്റെ ലിവർ. നമുക്ക് ആദ്യം ലിവറിനെ ഇതിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. നമ്മുടെ ആടിൻ്റെ ലിവറും ലങ്സും ഹാർട്ടൊക്കെയാണ് ഇതിലുള്ളത്, അതിൻ്റെ പാർട്സാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല പെപ്പർ ഫ്രൈ, ചില വെറൈറ്റി സാധനം. ചിലർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല, കാരണം ഇത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ സാധനം വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ല സാധനമാണ് അത്. പക്ഷേ ഇതിൻ്റെ ഈ കുഴൽ മാത്രം നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ബാക്കിയൊക്കെ നമ്മൾ നല്ല സാധനം, നമ്മുടെ ശരീരത്തിന് നല്ല സാധനം. അപ്പോൾ നമ്മൾ ആട്ടിൻ്റെ ലിവറും അതുപോലെ ഹാർട്ട് അതുപോലെ തന്നെ ലങ്സ് ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഹാർട്ടിൻ്റെ അകത്തുള്ള ഈ ബ്ലഡ് നമ്മൾ യൂസ് ചെയ്യണില്ല, നമ്മളിതിനടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ലിവർ, നമുക്ക് ലിവർ അങ്ങോട്ട് കട്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ ഇറച്ചിനെക്കാളും പവറാണ് ഇതിന് അല്ലേ? കട്ട് ചെയ്തിട്ട് കിട്ടില്ല, പ്രശ്നം. ഹൽവ മാതിരി ഉണ്ടല്ലേ ചെയ്യലേ? അത് സ്പോഞ്ച് പോലെ ഉണ്ടാ? ഹൽവയും സ്പോഞ്ചൊക്കെ ഏകദേശം ഒന്ന് തന്നെ. ഇത് ഹാർഡല്ല, അതൊരു പഞ്ഞു പോലെയൊക്കെ ആയിട്ട്. അതെ അതെ. ആട്ടിൻ്റെ പാർട്സൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മതി. ലങ്സൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചോരയൊക്കെ ഒട്ടി പിടിച്ചേക്കണം, അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. രണ്ട് പ്രാവശ്യം കഴുകിയെടുത്ത് നമ്മുടെ ലിവറും ലങ്സും ഹാർട്ടും. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ ലങ്സും ലിവറും നമ്മുടെ ഹാർട്ടും നമ്മുടെ ആടിൻ്റെ പാർട്സാണത്. അപ്പോൾ ഇതിനെ നമ്മൾ അടിപൊളി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മസാല കണ്ട് റെഡിയാക്കാം അല്ലേ? ആട്ടിൻ്റെ പാർട്സ് നമുക്ക് ഉള്ളി, തക്കാളി, മുളക് പൊടി നമുക്ക് ഇടാം. ആദ്യം തക്കാളി, മുളക് ചെറുതായി അരിഞ്ഞത്, നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അടുത്ത് ലേശം ഉപ്പിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചെറുതായി അരിഞ്ഞ മല്ലിത്തഴ, വെളിച്ചെണ്ണ, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആടിൻ്റെ പാർട്സ് കൊണ്ട് നമുക്ക് പെപ്പർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഉരുളി വെക്കാം. അയ്യോ, അവിടെ ഉരുളി നന്നായി ചൂടായി നമ്മുടെ മസാല തേച്ചിട്ട് നമ്മുടെ ആട്ടിൻ്റെ പാർട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ
അയ്യോ എന്താ നല്ല മണട്ടാ ഇത് ഇപ്പൊ തന്നെ ഇട്ടവിടെ വെളിച്ചെണ്ണോട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പാർട്സ് ഇങ്ങനെ തിളച്ച് വരുന്നതിന് മുന്നേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിൽ ഇട്ടെടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാല കേട്ടോ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തിളഞ്ഞങ്ങോട്ട് മറയുന്നില്ലേ സാധനം? അതെ. അപ്പോൾ നമ്മുടെ പാർട്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആള്. നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്ക് ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആട്ടിൻ്റെ പാർട്സ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രൈ നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഉരുളി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ചേർക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. വറമുളക് നമുക്കിതാ പൊട്ടിച്ചിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജീരകം ഒരപ്പം ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി. നല്ല മണം അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലിട്ടാം. ആടിൻ്റെ പാർട്സ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആടിൻ്റെ പാർട്സിനെ പെപ്പർ ഫ്രൈ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ആഹാ, പൊളിച്ചു. കാണുമ്പോൾ എന്താ രസമല്ലേ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആടിൻ്റെ പാർട്സ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കുറേ കുട്ടികളെത്തിയിട്ടുണ്ട്. അതെ അതെ, ഉണ്ണിക്കുട്ടൻ്റെ ടീം ഇറങ്ങിയിട്ടുണ്ട്. അതെ. സൂര്യ, സുജിൻ, ഫഹദ് ഫാസിൽ. എല്ലാവർക്കും അറിയപ്പെടുന്ന 2 പേരാണ്, സൂര്യ, ഫഹദ് ഫാസിൽ. അപ്പോൾ ടേസ്റ്റ് അല്ലേ നമുക്ക്? വാ, ഇത് നമ്മൾ ഉണ്ണിക്കുട്ടൻ എല്ലാവർക്കും അറിയണ പോലെ എടുത്തെടുത്തെടുത്തെടുത്തോ. അടിപൊളി സംഭവം, സെറ്റ് നന്നായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. നോക്ക് മോനെ, ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു പോകാതെ. ഉപ്പും മസാലയൊക്കെ കറച്ച് നല്ല ഉള്ളിക്ക് ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ശ്വാസകോശവും ഈ ലങ്സ് ലിവർ ഹാർട്ട് ആദ്യമായിട്ട് തിന്നു. സംഭവം വേറെ ലെവൽ. ശരിക്കും ശ്വാസകോശം പോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. സുജിൻ എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി സാധനം. അടിപൊളിയല്ലേ? സൂര്യോ ഫാദർ എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്, നല്ല വന്നിട്ടുണ്ട്. நல்லா இருக்கு. அப்படியா? ஆமையில ஆடுங்க ஏன்டா? ஆமையில ஆடானு കൈ 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 ഈ ശ്വാസകോശമാണ് ലിവറിനെങ്ങാട്ട് ഇഷ്ടപ്പെട്ടു. ആ
അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യം വരില്ല. ഈ ടേബിൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആട്ടിൻ്റെ പാർട്സിനെയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൽ മസാലയൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊന്ന് വേറെ ലെവൽ തന്നെ. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. കുരുമുളകിന്റെ മണമാണ്. ഉണ്ണിക്കുട്ടി നല്ല ഇഷ്ടപ്പെടണ്ട. അപ്പൊ പാത്രം കാലിയാൻ സ്ഥിതിക്ക് നമുക്ക് വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അതെ അതന്നെ അങ്ങനെ. അപ്പൊ ഇതിലും കിഡ്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.